ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞിട്ട് മത്സരാർത്ഥികളൊക്കെ പുറത്ത് വന്നതിന് ശേഷം ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ജാസ്മിൻ എങ്ങും ഒരു ഇന്റർവ്യൂ ഇതുവരെ കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ജാസ്മിൻ സ്വന്തം യൂട്യൂബ് ചാനലിലാണ് ഒരു ലൈവ് വന്നതും പിന്നെ വീഡിയോ ഒക്കെ ചെയ്തതും. പക്ഷേ അതിനുശേഷം ജാസ്മിൻ്റെ ഒരു ഇന്റർവ്യൂവോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്തിടെ ജാസ്മിൻ്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. രജനീഷ് എന്ന് പറയുന്ന ഇൻ്റർവ്യൂവറിനാണ് ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം വളരെ മാന്യമായ രീതിയിൽ നമ്മളൊക്കെ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ജാസ്മിനെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ റിപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. അദ്ദേഹം ചോദിക്കുന്നത് ഗബ്രിയെ പറ്റിയിട്ട്, പുറത്തുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്, വൃത്തിയെ പറ്റിയിട്ട്, കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ട്, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പം ഗബ്രിയെ പറ്റിയിട്ട് ചോദിച്ച സമയത്ത് ജാസ്മിൻ പറയുന്നത് ഗബ്രി എന്നും എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരിക്കും, ലൈഫ് ലോങ് അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം കീപ്പ് ചെയ്യാനായിട്ട് ജാസ്മിൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും അവരെ ഇട്ട് കൊടുത്തിട്ടില്ല, ഇനി അങ്ങനെ ഉണ്ടാവാനും പോകുന്നില്ല. അവർ നല്ല സുഹൃത്തുക്കളാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പിന്നെ കല്യാണം നടക്കാൻ ചാൻസ് കുറവാണ്. കാര്യം അവർ രണ്ട് റിലീജിയൻ ആയതുകൊണ്ട് കല്യാണം നടക്കാനായിട്ട് സാധ്യത കുറവാണ്, അല്ലെങ്കിൽ നടക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ജാസ്മിൻ സംസാരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് റിലീജിയനും കാസ്റ്റും ഒന്നും ഒരു പ്രശ്നമല്ല. പ്രണയിക്കുന്ന രണ്ടുപേർക്ക് വിവാഹിതരാകാൻ വേണ്ടിയിട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പ്രണയമുണ്ടെന്നുണ്ടെങ്കിൽ റിലീജിയനൊന്നും ഇന്നത്തെ കാലത്ത് ഒരു വിലങ്ങതടിയേ അല്ല. അപ്പോൾ അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണ് കല്യാണം കഴിക്കാൻ പറ്റാത്തതെങ്കിൽ അത് നമുക്കറിയത്തില്ല. അതൊക്കെ അവരുടെ കാര്യങ്ങൾ, അവരെന്താണെന്ന് വെച്ചാൽ അത് ചെയ്തോട്ടെ. പക്ഷേ റിലിജിയനും കാസ്റ്റും ഒന്നും കല്യാണം കഴിക്കാനായിട്ട് ഒന്നും ഒരു പ്രോബ്ലം അല്ല. നമ്മുടെ മനസ്സമാധാനം നമുക്കാരുടെ കൂടെ ജീവിക്കുമ്പോഴാണ് സുഖവും സമാധാനവും കിട്ടുന്നത്. അതിനകത്താണ് നമുക്ക് ഒരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഗബ്രിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഗബ്രിയെ വീഡിയോ കോളിൽ കൊണ്ടുവരുന്നുണ്ട്. അവിടെ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഗബ്രിയോടും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഗബ്രിയുടെ കാര്യം അങ്ങനെ അവിടെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ വൃത്തിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പം വൃത്തിയെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് കാലിലെ നഖം കടിച്ച കാര്യവും അതേപോലെ തന്നെ ചായയിൽ തുമ്മിയ കാര്യമൊക്കെ. അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് ചായയിൽ തുമ്മിയത് അറിയാതെ തുമ്മൽ വന്ന് തുമ്മിപ്പോയതാണ്. പക്ഷേ അതിനുശേഷം ടേസ്റ്റ് കൂടുമെന്ന് പറഞ്ഞ കാര്യം അത് വളരെ മോശമായിപ്പോയി, അത് തെറ്റാണ്, ഞാൻ അത് അംഗീകരിക്കുന്നു. ഇല്ല, എനിക്ക് തെറ്റ് പറ്റിപ്പോയതാണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അതെനിക്ക് പറയാനായിട്ട് അങ്ങനെ പാടില്ലായിരുന്നു, അത് തെറ്റായിപ്പോയി എന്ന് തന്നെ ജാസ്മിൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കുരുത്തക്കെട്ട വർത്താനം അല്ലെങ്കിൽ ഒരു തമാശ പറയുന്നത് എൻ്റെ ഒരു സ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ്, അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നാണ് ജാസ്മിൻ പറയുന്നത്. പിന്നെ കാലിലെ നഖമല്ല തൊലിയാ കടിച്ചതെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പലരും അവിടെ വൃത്തിയില്ലായ്മയൊക്കെ കാണിക്കുന്നുണ്ട്. വെള്ളം കുടിക്കുന്ന ബോട്ടിലൊക്കെ ബാത്റൂമിനകത്ത് കൊണ്ടുപോവുക, ഇല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ മൂക്കൊക്കെ തുടച്ചിട്ട് ആ കൈ കൊണ്ട് ഉണ്ടാക്കുക, അങ്ങനെ ഒക്കെ പല വൃത്തികേടുകളും നമ്മളും പലതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും അധികം ഫോക്കസ് ചെയ്തില്ല, അതിനൊന്നും അധികം പ്രാധാന്യവും കൊടുത്തില്ല. ആരുടെയും വൃത്തിയില്ലായ്മയൊന്നും വലിയൊരു പ്രശ്നമായിട്ട് കാണിച്ചില്ല. അങ്ങനെ പല വൃത്തിയില്ലായ്മയും പലരും അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മയും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ജാസ്മിൻ കുളിക്കത്തില്ല എന്ന് പറഞ്ഞത്, ഓരോ ദിവസം ഇടവിട്ട് കുളിക്കുന്നത് അലർജി പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ്, തുമ്മലും ചീറ്റലും പിന്നെ മൂക്കിൽ ദശ വളരുന്ന ഒരു അസുഖമുണ്ട്, അതൊക്കെ കൊണ്ടാണ് എന്നും കുളിക്കാൻ പറ്റാത്തത് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അതൊക്കെ പിന്നെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരുന്നതാണ്. അപ്പോൾ അലർജിയുള്ള ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, അതൊരു രോഗാവസ്ഥയാണ്, അതിനെ ഇങ്ങനെ ഇത്രയും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതെല്ലാം നെഗറ്റീവായിട്ടാണ് ജാസ്മിൻ്റെ ബിഗ് ബോസ് ജീവിതത്തിൽ മറ്റുള്ളവർ കണ്ടത്. അപ്പം ഇപ്പോൾ പുറത്ത് വന്നതിന് ശേഷമാണ് ഓരോ കാര്യങ്ങൾ വെളിപ്പെടുന്നത്. അതേപോലെ തന്നെ ജാസ്മിൻ പറയുന്ന വലിയൊരു സത്യം എന്ന് പറയുന്നത് ജാസ്മിൻ്റെ എൻഗേജ്മെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. റിംഗ് എക്സ്ചേഞ്ച് ചെയ്യുകയോ ഒരു എൻഗേജ്മെൻറ്റ് കഴിയുകയോ ഒന്നും ചെയ്തിട്ടില്ല. വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചു, അത് ശരിയാണ്. വീട്ടിൽ പെണ്ണ് കാണാൻ വന്നിരുന്നു. അപ്പം വാക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് കല്യാണം കഴിക്കാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പം ഗബ്രിയുടെ കെയറിങ്ങും അതേപോലെ തന്നെ സ്നേഹവും ഒക്കെ കണ്ടപ്പോഴത്തേക്കിന് ജാസ്മിന് ഗബ്രിയുടെ ഒരു സ്നേഹം തോന്നി. അത് പുറത്ത് വലിയ രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഒരാൾക്ക് റിങ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടോ ഒക്കെ വരുമായിരുന്നെങ്കിൽ ജാസ്മിൻ അങ്ങനെ ചെയ്യാൻ മനസ്സ് തോന്നത്തില്ലായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ജാസ്മിൻ അങ്ങനെ സംഭവിച്ചതിനകത്ത് എനിക്ക് വലിയ തെറ്റൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പം വാക്ക് കൊടുത്തല്ലേ എന്ന് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. വാക്ക് കൊടുത്താലും
അത് തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റാണ്. പക്ഷേങ്കിൽ അത്ര വലിയ ആളുകൾ ഊതി പെരുപ്പിക്കുന്നത് പോലോ ഇല്ല ഇത്രയും കോലാഹലം ഉണ്ടാക്കുന്നത് പോലെ ഒന്നുമുള്ള ഒരു വലിയ തെറ്റായിട്ട് എനിക്കതിനെ കാണാൻ കഴിയുന്നില്ല. കാരണം കമ്മിറ്റ്മെൻറ്റ് ഒന്നുമില്ല. വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചു, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് സിറ്റുവേഷൻ വേറെ ആയിരുന്നു. അപ്പോൾ വേറൊരാളോട് ഒരു സ്നേഹം തോന്നിയില്ലേ, ആ കുട്ടി എങ്ങനത്തെ ഒരു സ്നേഹമാണ് ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ആ രീതിയിലുള്ള സ്നേഹവും കെയറിങ്ങും ഒക്കെ ഗബ്രിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് അങ്ങോട്ട് പ്രണയം എന്നുള്ള ഒരു സംഭവം തോന്നി. അതിനകത്ത് എങ്ങനെ തെറ്റു പറയാൻ പറ്റും? ഇത്രയധികം കപട സദാചാരം കാണിക്കുന്ന ആളുകൾ ഇപ്പം ലിവിങ് ടുഗദറൊക്കെ അക്സെപ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ വെസ്റ്റേൺ കൾച്ചർ അതേപോലെ തന്നെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പുതിയ തലമുറയാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ പല കാര്യങ്ങളും ലിവിങ് ടുഗദർ, ഡിവോഴ്സ് ഒക്കെ ഇപ്പം വളരെ കോമൺ ആയിട്ടും വളരെ നോർമലായിട്ടും ഒക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അതേപോലെ തന്നെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ വേറൊരാളുടെ കൂടെ പോകുന്ന ഒരു പെൺകുട്ടി, ഇല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് വേറൊരാളുടെ കൂടെ പോകുന്ന ഒരു പെൺകുട്ടി ഇല്ല ആൺകുട്ടി, ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ജാസ്മിൻ ചെയ്തത് അത്ര വലിയൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കരുതുന്നതേയില്ല. നമ്മൾ പണ്ട് ഈ ലിവിങ് ടുഗദറൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. നമ്മളെല്ലാവരും വളരെ പുച്ഛത്തോടെയും അറപ്പോടെയും ഒക്കെ അല്ലേ ആ ഒരു സംഭവത്തെ കണ്ടുകൊണ്ടിരുന്നത്. അതായത് കല്യാണം കഴിക്കാതെ ഒരു പെണ്ണും ചെറുക്കനും കൂടെ താമസിക്കുന്നു എന്ന് പറയുമ്പം അവരെ നമ്മൾ വളരെ മോശമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പം ആ ഒരു സമയമൊക്കെ മാറി ഇന്നിപ്പം അവരെയും നല്ല രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന കുറേയധികം ആളുകളുണ്ട്. അതേപോലെ തന്നെ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ പണ്ട് ഭയങ്കര നാണക്കേട് പോലെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പം കുറേ പേര് ഡിവോഴ്സ് വളരെ ലാഘവത്തോടെ തന്നെ ചെയ്യുന്നുണ്ട്. അവർക്ക് 2-3 മാസമൊക്കെ ഒരാളുടെ കൂടെ നിന്ന് അവർക്ക് തൃപ്തിയായില്ലെങ്കിൽ അവരുടനെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ വെസ്റ്റേൺ കൾച്ചർ അഡോപ്റ്റ് ചെയ്യുകയും ഇല്ലേ വെസ്റ്റേൺ നാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കാട്ടിലും വലിയ കാര്യങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നതായിട്ട് നമ്മൾ അറിയുകയും ഇല്ലെങ്കിൽ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ജാസ്മിൻ ചെയ്തത് വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നതേ ഇല്ല. കാരണം ആ കുട്ടിക്ക് കുട്ടികളില്ല, ഭർത്താവില്ല. പിന്നെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വന്ന് പെട്ടപ്പോൾ ഒരു പുരുഷനോട് അല്ലെങ്കിൽ ഒരു പയ്യനോടൊരു സ്നേഹം തോന്നി, പ്രണയം തോന്നി. അതിനകത്ത് എങ്ങനെ നമുക്ക് തെറ്റു പറയാൻ പറ്റും? ഇപ്പം കുട്ടികളായിട്ടും ഇല്ലെങ്കിൽ ഭർത്താവും ഒക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് നമുക്ക് അവിഹിതമെന്ന് പറയാം, അത് വളരെ തെറ്റാണ്, പാവമാണെന്നൊക്കെ നമ്മൾ പറയാം. ജാസ്മിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ടാണ് ആ കുട്ടിയെ ഇത്രയധികം തേജോവധം ചെയ്തത്. ഒരുപാട് അനാവശ്യങ്ങളും ഒരുപാട് വൃത്തികേടുകളും ആ കുട്ടിയെപ്പറ്റി പറഞ്ഞത്. പിന്നെ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ജാസ്മിൻ ആണെങ്കിലും ശരി, ഇപ്പോൾ പുറത്തുള്ള ജാസ്മിന് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു പയ്യനാണെങ്കിലും ശരി, ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ആത്മാർത്ഥതയോ ഒരു സിൻസിയറായിട്ടുള്ള അല്ലെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്നേഹം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ജാസ്മിനെ മാത്രം ഞാൻ കുറ്റം പറയത്തില്ല. കാരണം ജാസ്മിൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, പുറത്തുള്ള ആളും തെറ്റ് തന്നെയല്ലേ ചെയ്തത്. നമ്മളിപ്പം ഒരാളോട് അഗാധമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു പ്രണയമുണ്ടെങ്കിൽ, ഇപ്പം ഗബ്രിയോട് ഭയങ്കര പ്രണയമായിരുന്നു. അതുകൊണ്ട് ഗബ്രി പോയതിന് ശേഷം ആ കുട്ടി വളരെ തളർന്ന് തമ്പിച്ചിരിക്കുന്നതായിട്ടാണ് കണ്ടത്. പിന്നെ ഗബ്രിയോടുള്ള അതുപോലെയുള്ള ഒരു അടുപ്പം അവിടെ വേറെ ഉള്ള കണ്ടസ്റ്റൻസിലുള്ള ബോയ്സിനോട് ആരോടും കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം മനസ്സ് നിറയെ ഗബ്രി എന്നുള്ളൊരു വിചാരമായിരുന്നു. അതേപോലെ തന്നെ ഈ പുറത്തുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്ന ആ ഒരു ആളോട് ആ രീതിയിലുള്ള അഗാധമായിട്ട് ഡീപ്പായിട്ടുള്ള ഒരു പ്രണയം ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും ആ മനുഷ്യനെ മറക്കില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രണയം, ഒരു ബോണ്ടിങ് ഒന്നും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല. ചിലപ്പം വീട്ടുകാരുടെ ഇഷ്ടത്തിനോ നാട്ടുകാരുടെ ഇഷ്ടത്തിനോ ഒക്കെ ആയിരിക്കും ആ ഒരു കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടാവുക. അപ്പം അവർക്ക് തോന്നിയ ആ ഒരു സിറ്റുവേഷനിൽ അല്ല അങ്ങനെ ചെയ്യേണ്ടി വന്നതായിരിക്കാം ഒരു പക്ഷേ, അങ്ങനെ വാക്ക് പറഞ്ഞ് ഉറപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പം വേറെ സാഹചര്യമായിരുന്നു. ഇതിപ്പം നമുക്കൊരാളോട് ഭയങ്കര അഗാധമായിട്ടുള്ള പ്രണയമോ കാര്യമോ കമ്മിറ്റ്മെൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷനിലും നമ്മുടെ ഭർത്താവിനെയോ കാമുകനെയോ ഒന്നും നമ്മൾ മറക്കില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ജാസ്മിന് ആ മനുഷ്യനോട്, പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്ന മനുഷ്യനോട് അങ്ങനെ വലിയ ഒരു സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതൊക്കെയോ സാഹചര്യത്തിൽ ആ കല്യാണത്തിന് സമ്മതിച്ച് പോയതായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ പുറത്തുള്ള ആ ഒരു പയ്യനും ജാസ്മിനോടും അത്ര സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പറയാനായിട്ടുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഗബ്രിയുമായിട്ട് കൂടുതൽ അടുക്കുന്ന കണ്ടപ്പം ആ പയ്യൻ എന്താ ചെയ്തത്, ഒരു പോസ്റ്റ് ഇട്ടു, എനിക്ക് കുട്ടിയുമായിട്ട് ഇനി ബന്ധത്തിന് താല്പര്യമില്ല എന്നുള്ളത്. അതിന് ഞാൻ ആ പയ്യനെ ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം ആർക്കാണേലും
നമ്മൾ ഇങ്ങനെ വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചാൽ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് വേറൊരുത്തനോട് ഇങ്ങനെ കൂടുതലായിട്ട് ഇടപെടുന്ന കാണുമ്പോഴത്തേക്കിന് ആർക്കായാലും ഇഷ്ടപ്പെടത്തില്ല. അതിൻ്റെ പേരിൽ ആ ചെറുക്കൻ ഒരു പോസ്റ്റ് ചെയ്തു. അത് വളരെ നല്ല ഒരു കാര്യം. അതിൽ ഞാൻ ആ പയ്യനെ കുറ്റം പറയുന്നില്ല. പക്ഷേങ്കിൽ അതിന് ശേഷം ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. പല പല വട്ടം സോഷ്യൽ മീഡിയയിൽ വന്ന് പല പല കാര്യങ്ങൾ പറഞ്ഞു. പേഴ്സണൽ ചാറ്റും കാര്യങ്ങളും വരെ പുറത്താക്കി. അതൊന്നും ഒരു നല്ല ഒരു മനുഷ്യന് യോജിച്ചതല്ല. ഇല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ജാസ്മിനെ സ്നേഹിക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരു പോസ്റ്റ് ഇട്ടല്ലോ, അത് തന്നെ ഇനഫായിരുന്നു. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിലെ കൂടെങ്കിലും പോട്ടെ, അവൾക്ക് 23 വയസ്സല്ലേ ഉള്ളൂ, അവൾക്കൊരു ജീവിതമുണ്ട്, അവൾ അവിടെ ഇഷ്ടത്തിന് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞത് വിട്ടേനെ. എപ്പോഴും സാക്രിഫൈസ്, വിട്ടുകൊടുക്കൽ, ഇതൊക്കെ തന്നെയാണ് റിയലായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒരു സ്നേഹം എന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലാതെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് കിട്ടാത്ത സ്നേഹം പിടിച്ചു പറ്റുന്നതല്ല. അപ്പം എന്നോടിപ്പം പലരും ചോദിക്കുമായിരിക്കും, ചേച്ചിയുടെ നേരത്തെ എനിക്കിങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ട് ഞാൻ ജാസ്മിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലരെങ്കിലും അത് ചോദിക്കാൻ സാധ്യതയുണ്ട്, ചേച്ചിയുടെ മോനെ ഇങ്ങനെ സിറ്റുവേഷനിൽ എങ്കിൽ ചേച്ചി അന്നേരം ഈ വർത്തമാനം തന്നെ പറയുമെന്ന്. ഞാൻ ഈ വർത്തമാനം തന്നെ പറയും. ഞാൻ മൂവ് ഓൺ ചെയ്യാൻ പറയും. കാര്യം നമ്മളെ ഇഷ്ടമില്ലാതായതുകൊണ്ടാണല്ലോ വേറൊരാളിലേക്ക് പോയത്. അപ്പം നമ്മളൊരു ഇഷ്ടമില്ലാത്തത് നമുക്ക് പിടിച്ച് മേടിക്കാൻ പറ്റത്തില്ല. നമുക്ക് യാചിച്ചിട്ട് കിട്ടുന്ന സ്നേഹമൊന്നും ഒരിക്കലും നിലനിൽക്കത്തില്ല. അപ്പം അങ്ങനെ യാചിക്കേണ്ട. അവർ പോയി അവരുടെ വഴിക്ക് അവർ പോട്ടെ. നമുക്ക് വേറെ പെൺകുട്ടിയെ കിട്ടുമല്ലോ, നമുക്കത് നോക്കാം, അവരവരുടെ ജീവിതം ജീവിച്ച് പൊക്കോട്ടെ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കാനായിട്ട് പറയുള്ളൂ. ഇല്ലാതെ ഒരു പെണ്ണിനെ പോയിട്ട് നമ്മളെ വേണ്ടാന്ന് പറഞ്ഞില്ല, നമ്മളോടൊരു ചതി ചെയ്തു എന്ന് വിചാരിച്ച് അതിനെ ദ്രോഹിക്കുക, അതിനെ ഇനി ഒരു കാലത്ത് ഒരു ജീവിതം ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് അവരുടെ ലൈഫ് തകർക്കാൻ നോക്കുക, അവർക്ക് വിന്നറാകാനായിട്ട് പറ്റുന്ന ഒരു സന്ദർഭം നമ്മൾ ഇല്ലാതാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ വളരെ ചെറുതാകുകയാണ് ചെയ്യുന്നത്. അതേസമയം ഈ ഒരു പയ്യൻ പുറത്തിരിക്കുന്നത് ആ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം മിണ്ടാതിരിക്കുകയായിരുന്നെങ്കിൽ ജാസ്മിൻ ഒരുപാട് കുറ്റബോധം തോന്നിയേനെ. ജാസ്മിൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് തോന്നിയേനെ. ഇപ്പോൾ ആ കുട്ടിക്ക് അത് തോന്നത്തില്ല. കാരണം ഈ മനുഷ്യൻ ചെയ്തതും തെറ്റ് തന്നെയാണ്. അപ്പോൾ രണ്ടുപേരും ഈക്വലി തെറ്റുകാരാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലായിരുന്നെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻഗേജ്മെൻറ്റും മോതിരയിടയിലും അങ്ങനെയുള്ള ഒരു കാര്യവും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ കുട്ടിയെ ഇത്രയധികം തേജോവധം ചെയ്തത് അല്ലെങ്കിൽ ഇത്രയധികം അതിനെ മോശം പറഞ്ഞതിനകത്ത് ഒരു ശരിയില്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ജാസ്മിൻ്റെ വീട്ടുകാരനുഭവിച്ച വിഷമങ്ങളും ഒക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ജാസ്മിൻ ഒരു 10-16 വയസ്സായപ്പോൾ മുതൽ തന്നെ സ്വന്തം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം മൊത്തം തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്. അവൾക്കും പല ആഗ്രഹങ്ങളും ഒക്കെ കാണും. പലപ്പോഴും അവളെ പലരും ചതിച്ചിട്ടുണ്ടാവാം. അവളാണ് എല്ലാവരും ചതിച്ചതെന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും? ഇപ്പം ബിഗ് ബോസിൽ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ജാസ്മിൻ ഒരു പാവം കുട്ടിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഗബ്രിയുടെ ആ ഒരു വിഷയം മാറ്റി നിർത്തുകയാണെങ്കിൽ അവൾ നല്ല രീതിയിലല്ലേ അവിടെ കളിച്ചതും പെർഫോം ചെയ്തതും എല്ലാം. അപ്പം നല്ലൊരു കുട്ടി തന്നെയാണ് ജാസ്മിൻ. വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള, വളരെ ജെന്വിൻ ആയിട്ടുള്ള, വളരെ റിയലായിട്ട് അവിടെ നിന്ന ഒരാൾ തന്നെയാണ് ജാസ്മിൻ ജാഫർ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അവൾ അവിടെ ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അതിനെയൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഒരു അനിയൻ ഉണ്ട്, ആ അനിയനെ പഠിപ്പിച്ച് അതിനെ ഒരു നല്ല നിലയ്ക്ക് ആക്കിയിട്ട് വേണം ജാസ്മിൻ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട്. അതുവരെ എല്ലാ ഉത്തരവാദിത്വം ജാസ്മിൻ്റെ തലയിൽ തന്നെയല്ലേ. അപ്പം അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. എല്ലായ്പ്പോഴും അവളായിരിക്കത്തില്ലല്ലോ ചതിച്ചത്. അവളെ ചതിച്ചവരും കാണും. കൂടുതൽ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ഡിപ്പെൻഡായി നിൽക്കുന്ന ഒരാളെ പലരും പല രീതി ചതിച്ച് കാണുമായിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ഈ കുറ്റം പറയാനായിട്ട് കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. സെലിബ്രിറ്റീസ് അടക്കം, യൂട്യൂബേഴ്സ് അടക്കം ഒരുപാട് പേര് ജാസ്മിനെ വളരെ മോശമായിട്ട് പറയുന്നത് കണ്ടിട്ടുണ്ട്. പലരും ലൈവ് ചെയ്ത് രാവിലെയും വൈകിട്ടും ഒക്കെ ലൈവ് ചെയ്തിട്ട് പല ഗോഷ്ഠികളും ചേഷ്ടകളും ഒക്കെ കാണിച്ച് ഈ കുട്ടിയെ വളരെ വല്ലാത്ത രീതിയിൽ വികൃതമായിട്ടൊക്കെ സൊസൈറ്റിക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പറയുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ വളരെ പുച്ഛമാണ് തോന്നുന്നത്. കാരണം ഈ യൂട്യൂബേഴ്സ് സ്ത്രീകളായിട്ടുള്ളവർ ഇവർ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ജീവിതത്തിൽ ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ലേ. ഇവർ 2ഉം 3ഉം കല്യാണം കഴിച്ച ആളുകളൊക്കെ തന്നെയാണ്. അല്ലേ, ഇവരും പല പല റിലേഷൻഷിപ്പിലൂടെയൊക്കെ പോയിട്ട് ഇവർക്ക് ഒരുപാട് മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായ സ്ത്രീകളൊക്കെ തന്നെയാണ്. എന്നിട്ടാണ് ഇവർ വേറൊരു കുട്ടിയെ ഇങ്ങനെ ഇരുന്നിട്ട് മോശം പറയുന്നത്. ഇപ്പം നിങ്ങൾ നല്ലതാണെങ്കിൽ, ഇല്ല നിങ്ങളെല്ലാം പെർഫെക്റ്റായിട്ടാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്നതിനകത്ത് ഒരു കഴമ്പുണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതം തന്നെ ആകെപ്പാടെ കുട്ടിച്ചോറായിട്ട് കിടക്കുമ്പം നിങ്ങൾ വേറൊരാളെ കണ്ടിട്ട് അനാവശ്യ വർത്തമാനങ്ങൾ പറയുന്നതിനകത്ത് എന്താണ് ഒരു ന്യായമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ കുറച്ച് ഇപ്പം സെലിബ്രിറ്റീസൊക്കെ, ഇപ്പം ആര്യവടായൊക്കെ സെലിബ്രിറ്റീസ് ആണല്ലോ. സിബിൻ്റെ കൂടെ കൂടിയിട്ട് ഈ കുട്ടിയെ ഒന്നുകൂടെ സൈബർ ബുള്ളിങ് ചെയ്യാൻ ഇട്ട് കൊടുത്തതൊക്കെ എങ്ങനെ നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റും?
ജാസ്മിൻ എന്താണ് തെറ്റിയത്? ജാസ്മിന് ഒരു കുട്ടിയില്ല, ഭർത്താവില്ല, എൻഗേജ്മെൻറ്റ്, കല്യാണം അങ്ങനെ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതേസമയം ആര്യയുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായതിനു ശേഷമാണ്, ഒരാളുടെ ഭാര്യയായിട്ടിരിക്കുമ്പോഴാണ് ആര്യ വേറൊരു പയ്യനുമായിട്ട് ഇങ്ങനെ പ്രണയത്തിലാകുന്നതൊക്കെ. അതുകൊണ്ടാണ് അവരുടെ ഡിവോഴ്സ് ആയതെന്ന് ആര്യ തന്നെ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തെറ്റ് ചെയ്ത ഒരാൾക്ക് എങ്ങനെ ജാസ്മിനെയൊക്കെ കുറ്റം പറയാനായിട്ടുള്ള അർഹതയുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ സിബിൻ ആണെങ്കിൽ സിബിൻ്റെ ജീവിതത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്, അതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവരാരും പെർഫെക്റ്റും ഒന്നുമല്ല. ഇവരുടെയൊക്കെ കയ്യിൽ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇവർ ജാസ്മിനെ ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ജാസ്മിൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് അവൾ ഒരു നാട്ടുപുറത്തുകാരി, ഒരു കുട്ടി, അവിടുത്തെ ഭാഷകളും അവിടുത്തെ രീതികളും ഒക്കെ ഫോളോ ചെയ്ത് പോകുന്ന, ഇല്ല ആൺകുട്ടികളെ പോലെ വളരെ ലൗഡായിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു തൻ്റെ ഇടവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ് ജാസ്മിൻ. അപ്പോൾ അവളെ ആ രീതിയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും അവളെ ഇഷ്ടപ്പെടാനായിട്ട് പറ്റും. അല്ലാതെ അവളൊരു മോശം സ്ത്രീയോ ഇല്ലെങ്കിൽ കരുണയില്ലാത്തവളോ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തോന്നിയാസം ജീവിക്കുന്ന ഒരാളോ ഒന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവൾ വളരെ നല്ലൊരു കുട്ടിയാണ്. പിന്നെ ചില കാര്യങ്ങൾ ആൺകുട്ടികളെ പോലെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇപ്പോൾ അവിടെ പോയിട്ട് വന്നതിന് ശേഷം അവൾക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും. കാരണം ഇന്ന തെറ്റുകൾ എൻ്റെ ഭാഗത്ത് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് അവൾക്ക് ഒന്നുകൂടെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടെയാണിത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പം ഈ ഒരു കാല് മന്തുള്ള ഒരാളെ, രണ്ട് കാലയിലും മന്തുള്ള ആൾ കളിയാക്കുന്ന പോലാണ് ഇപ്പോൾ ഈ യൂട്യൂബേഴ്സും സെലിബ്രിറ്റീസും ഒക്കെ ഇരുന്ന് ജാസ്മിനെ കുറ്റം പറയുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ആരും പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നിട്ട് പോലും ഇങ്ങനെ ഇരുന്ന് പറയുന്നത് കേൾക്കുമ്പം ഇവരോടൊക്കെ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. പുച്ഛവും പരിഹാസവും ഒക്കെ ഇവർക്ക് എതിരെ എനിക്ക് തോന്നും. അപ്പം ഇതൊക്കെ കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ജാസ്മിനെ എനിക്കിഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. അവൾ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയധികമൊക്കെ ചെയ്യുന്ന കാണുമ്പം എനിക്ക് വളരെ റെസ്പെക്റ്റും ഇല്ല അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇനിയെങ്കിലും എല്ലാവരും ആ കുട്ടിയെ ഒന്ന് വെറുതെ വിടുക. അവൾ ജീവിച്ചോട്ടെ. അവൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം കൊടുക്കുക. ഇപ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ കൊച്ചു പെൺപിള്ളേരെയൊക്കെ പിടിച്ചിട്ട് വേഗം കല്യാണം കഴിപ്പിക്കുക. അവർക്ക് പഠിക്കാനോ ഇല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് തോന്നിയാസം ജീവിക്കുക എന്നുള്ളതല്ല. അവർക്ക് ചെറിയ കുറേ ഇഷ്ടങ്ങളൊക്കെ കാണും. അതൊക്കെ ഒന്ന് സാധിക്കാനോ അവർക്ക് കുറച്ച് ഫ്രീ ആയിട്ട് കുറച്ച് നാൾ നടക്കാനോ ഒന്നും അവർക്കൊരു അവസരം കൊടുക്കാതെ വളരെ ചെറിയ പ്രായത്തിൽ 10-20 വയസ്സെന്നൊക്കെ പറയുന്നത് ചെറിയ പ്രായം തന്നെയല്ലേ, ആ പ്രായത്തിലൊക്കെ പിടിച്ച് അവരെ കെട്ടിക്കുക. ഉടൻ തന്നെ കുട്ടികളായി അവരുടെ ജീവിതം ആകെപ്പാടെ കുടുംബത്തിനും പ്രാരാബ്ദങ്ങൾക്കും ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് മോശമാകുന്ന സമയത്താണ് അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് പിന്നെ പല സ്ത്രീകളും എറോഗൻറ്റും റൂഡും ഒക്കെ ആയിട്ട് സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പം അവർക്ക് ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് കിട്ടാത്തതുകൊണ്ടാണ് പലരും അങ്ങനെ ആയി പോകുന്നത്. അപ്പം ജാസ്മിൻ വളരെ നല്ലൊരു കുട്ടിയാണ്. അവൾ വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ജീവിതത്തിൽ എല്ലാ നന്മകളും വരട്ടെ. പിന്നെ ചെയ്തു പോയ തെറ്റുകൾ എന്തെങ്കിലും ഒക്കെ ഉള്ളത് അതൊക്കെ ആലോചിക്കാനുള്ള ഒരു സമയമാണ്. അതൊക്കെ മാറ്റി നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കുക. അതിൽ ഭയങ്കര ലോയലായിട്ട് ഈ ഹേറ്റേഴ്സിനെ എല്ലാം അത് നല്ല രീതിയിൽ ജീവിച്ചിട്ട് നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് അവർ പറയണം, ഇവർ ചെയ്തത് നല്ല ഡിസിഷനായിരുന്നു, നല്ലൊരു പയ്യനെ കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് ഹേറ്റേഴ്സിന് പറയാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന രീതി, നല്ല രീതിയിൽ മുന്നോട്ടുള്ള ജീവിതം ജീവിച്ച് കാണിക്കുക എന്നാണ് ഞാൻ ഇനിയിപ്പം ജാസ്മിനിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പം ഇത്രയധികം സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും മോശം കമൻസും ഒക്കെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും വരുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോയ കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ചെറിയ ചില തെറ്റുകൾ ജാസ്മിൻ്റെ ഭാഗത്തുണ്ട്. ഈ കാലാട്ടുന്നതും ഒന്നും അത്ര എനിക്കിഷ്ടമല്ല. പക്ഷേ ചിലരങ്ങനെയാണ്. അത് ഇനിയിപ്പോൾ പറഞ്ഞു കൊടുത്താൽ അത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ജാസ്മിനോടെന്ന് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ചെറിയ കുറ്റങ്ങളൊക്കെ ഇന്ന ചെയ്യരുത് എന്നൊക്കെ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ അവളത് ശരിയാക്കും എന്നുള്ളതും എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അല്ലാതെ ഭയങ്കര ധാർഷ്ട്യമുള്ള അഹങ്കാരമുള്ള പറഞ്ഞനുസരിക്കാത്ത അങ്ങനെയൊന്നുമല്ല. അവൾ സ്നേഹിക്കുന്നവരെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കുട്ടി തന്നെയാണ്. അതുകൊണ്ടാണ് അവൾക്ക് ഇന്ന് വരെ കുറേ അധികം മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടായി പോയത്. എപ്പോഴും ആരുടെയെങ്കിലും ഒക്കെ ഒരു സ്നേഹം വേണം, കെയറിങ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ പലരും അവളെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവിടെ ആ ഒരു സ്വഭാവത്തെ ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് പല റിലേഷൻഷിപ്പൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അതൊക്കെ പോയതൊക്കെ അവളൊരു പാവമായതുകൊണ്ടും ആയിക്കൂടെ. ഇപ്പം അവൾ തന്നെയാണ് എല്ലാത്തിനും തെറ്റുകാരി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ.
മറ്റുള്ള ആളുകൾ ഇല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള മോശം അനുഭവം കൊണ്ടായിരിക്കും ചിലപ്പം ആ ബന്ധങ്ങളൊക്കെ ഇല്ലാതെ പോയത്. അങ്ങനെയാകാം. നമുക്ക് ആരുടെയും ജീവിതത്തിൽ എന്താണ് എക്സാക്റ്റായിട്ട് സംഭവിച്ചത് എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പം ആരും ജഡ്ജ് ചെയ്യാനായിട്ടൊന്നും നിൽക്കേണ്ട കാര്യമില്ല. അവരുടെ കാര്യങ്ങളും ഒക്കെ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവരനുഭവിച്ച് വന്ന വിഷമങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളും അതൊക്കെ അവരെക്കാട്ടിലും അവരുടെ വീട്ടുകാരെ കാട്ടിലും കൂടുതലൊന്നും ആർക്കും അറിയത്തില്ല. ഇനിയിപ്പോൾ ഞാൻ ഇത്രയൊന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കറിയാം ഞാൻ ജാസ്മിനെ വെളുപ്പിക്കാൻ വന്നു, ചേച്ചിയുടെ മോനാണെങ്കിൽ ചേച്ചി ഇത് സമ്മതിക്കുമോ എന്നൊക്കെയുള്ള, നിങ്ങളും ജാസ്മിനെ പോലെ തന്നെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും, അതുകൊണ്ടാണ് അവളെ വെളുപ്പിക്കാൻ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കമൻസ് വരാനായിട്ട് തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ആ കുട്ടിയിൽ അങ്ങനെ ഈ പറയുന്ന തെറ്റുകളൊന്നും കാണാൻ കഴിഞ്ഞില്ല. കാരണം അതിലും വലിയ തെറ്റുകൾ ചെയ്തിട്ടാണ് ഈ കുറ്റം പറയുന്ന ആളുകളൊക്കെ ഇരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യാനും അവളെ അപ്രിഷ്യേറ്റ് ചെയ്യാനും ഉള്ള പല കാര്യങ്ങളും ഉള്ളതായിട്ടും എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ എൻ്റെ ഫാമിലിക്കും എന്നെ അറിയാവുന്നവർക്കും ഒക്കെ മാത്രമേ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ എൻ്റെ മനസാക്ഷിക്കും ഒക്കെ നിരക്കാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാത്തിടത്തോളം കാലം സമൂഹത്തിനെ പേടിക്കേണ്ടതോ അല്ലെങ്കിൽ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കമൻസൊക്കെ വന്നാലും പേടിയൊന്നുമില്ല. അപ്പം ഈ ജാസ്മിൻ്റെ കാര്യത്തിൽ എല്ലാവരും സൈബർ അറ്റാക്കും കാര്യങ്ങളും ഒക്കെ ഇനിയെങ്കിലും ഒന്ന് കുറയ്ക്കുക. കാരണം വെറുതെ ഇരുന്ന് വീഡിയോസ് ചെയ്താൽ ജാസ്മിനെ ഇഷ്ടമില്ലാത്തവരെ കുറേ ആളുകൾ വന്ന് കാണും, നിങ്ങൾക്ക് കുറേ വ്യൂസ് കിട്ടും, കുറച്ച് പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇൻഫ്ലുവൻസറാണ്, ഇല്ല യൂട്യൂബിൽ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത് എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറയാതെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി എപ്പോഴും വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.